ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. മാ ഗച്ഛത്വമിതസ്തതോ ഗിരിശ മയ്യേവ വാസം കുരു സ്വാമിൻ ആദികിരാത മാമകമനകാന്തരസീമാന്തരേ വർത്തന്തെ ബഹുശോ മൃഗാഃ മദജുഷോ മാത്സര്യമോഹാദയ താൻ ഹത്വാ മൃഗയാ വിനോദരുചിതാലാപം ച സംപ്രാപ്സ്യതി. ശ്രീകൃഷ്ണൻ ഓൾറെഡി ദ്വാരകയിൽ നിന്ന് അങ്ങോട്ട് പോവാൻ വിദർഭ വിവാഹത്തിലേക്ക് പോകാൻ ബ്യൂട്ടി പാർലറിലേക്ക് പോയിരിക്കുന്നു. അതുകൊണ്ട് കൃത്യം 18 മിനിറ്റായി ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. പെട്ടെന്ന് രുക്മിണി വിവാഹം നടക്കേണ്ടതുണ്ട്. അപ്പൊ അതിന്റെ പൂർവാർത്ഥം കഴിഞ്ഞാൽ ഭാഗവതം ദശമത്തിൽ പൂർവാർത്ഥം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉത്തരാർത്ഥം തുടങ്ങുമ്പോൾ 50 കഴിഞ്ഞാൽ 51 തന്നെ വരണത് മുചുകുന്ദന്റെ കഥയാണ്. മുചുകുന്ദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ജരാസന്ധന്റെ സുഹൃത്താണ്. അല്ല, കാലയവനൻ ജരാസന്ധന്റെ സുഹൃത്താണ്. അപ്പൊ ഈ കാലയവൻ 51ാമത്തെ അധ്യായം തുടങ്ങുമ്പോൾ എങ്ങനെയാ വെച്ചാല് ജരാസന്ധന്റെ സുഹൃത്തായ കാലയവനൻ അദ്ദേഹത്തിന്റെ കീഴിൽ 3 കോടി യവന സൈന്യമുണ്ട്. യവനൻ ഗ്രീക്കാണ്. ആ യവന സൈന്യത്തിനോട് കൂടി മധുര വളഞ്ഞു. അപ്പൊ കാലയവനൻ വന്നപ്പോ മഹാശക്തനാണ് എന്നുള്ളതിന് പുറമെ കാലയവനൻ ഒരു വരം വാങ്ങിച്ചിട്ടുണ്ട്, യാദവന്മാരാൽ കൊല്ലപ്പെടില്ല. അപ്പൊ നല്ല അഹന്തയാണ്. എന്തായാലും ഭഗവാന്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു മരണം ഉണ്ടാവില്ല. അപ്പോ യാദവന്മാരാൽ അവധ്യനാണെന്ന് കണ്ടുകൊണ്ട് ഇദ്ദേഹം ദ്വാരക ആക്രമിച്ചു വരികയാണ്. അങ്ങനെ വരുമ്പോ എന്താ വെച്ചാല് ഭഗവാൻ ഇത് അറിയാം. ഭഗവാൻ ഒരു മഞ്ഞപ്പട്ട കൊടുത്ത് ഒരു വർണ്ണമാലയൊക്കെ ഇട്ടുകൊണ്ട് വനമാലയൊക്കെ ഇട്ടുകൊണ്ട് ഇറങ്ങി ആദ്യം ഇയാളൊന്ന് നോക്കിയിട്ട് പിറകവശം കാണിച്ചുകൊണ്ട് ഓടിത്തുടങ്ങി. അപ്പൊ ഇത് കണ്ടിട്ട് കാലയവനൻ പേടിച്ചോടുകയെന്ന് വിചാരിച്ചിട്ട് അവിടേക്ക് ഓടിക്കൊണ്ടിരുന്നു. ഇതൊക്കെ ദ്വാരകയിൽ പോയതിനു ശേഷമാണ്. ദ്വാരകയ്ക്ക് മാറിയത് യാദവന്മാരൊക്കെ ഒരൊറ്റ രാത്രി കൊണ്ട് തപപ്രവാഹം കൊണ്ട് മാറിയതാണ്. അപ്പൊ അങ്ങനെ ഇറങ്ങി ഓടിയപ്പോ ഭഗവാൻ 4 തൃക്കൈകള് മഞ്ഞപ്പെട്ടൊക്കെ കാണുമ്പോ പുറത്തിറങ്ങി ഓടുന്നത് കണ്ടപ്പോ ഈ യവനം വിചാരിച്ചു ഇതന്നെയാണ് ഞാൻ ഉദ്ദേശിച്ച വാസുദേവൻ. അപ്പോ പിറകെ കൂടിയപ്പോ ഭഗവാൻ പേടിച്ചോടണമായി ഭാവിച്ച് നേരെ പോയി ഒരു വലിയൊരു ഗുഹയ്ക്കകത്തേക്ക് കയറി. ആ ഗുഹയുടെ അകത്ത് യവനനും കയറി. ഭഗവാൻ ഒരിക്കലും മാറി നിന്ന് ശ്രദ്ധിച്ചുകൊണ്ട് എന്താ നടക്കണം നോക്കി ഒളിഞ്ഞു നിന്നു. അവിടെ കിടന്ന് ഉറങ്ങണ്ടായിരുന്നു മുചുകുന്ദൻ. ഈ മുചുകുന്ദനെ പോയിട്ട് ഉറങ്ങുന്ന മുചുകുന്ദനെ കാലുകൊണ്ട് ചവിട്ടി കാലയവനൻ ഉറങ്ങണാണ്. ഒരിക്കലും കാലുകൊണ്ട് സ്പർശിക്കേണ്ട ചെയ്യരുത്. എന്തായാലും കാലുകൊണ്ട് ചവിട്ടി കിടക്കണത് ആരാന്നറിയില്ല. അദ്ദേഹം ആരായിരുന്നു ഉറക്കത്തുന്ന എണീപ്പിച്ചെന്ന് നോക്കി കണ്ണു തുറന്ന് നോക്കിയിട്ടു. അതോടുകൂടി മുചുകുന്ദന്റെ നേത്രാഗ്നിയിലെ യവനൻ ഭസ്മമായി. അപ്പോ അപ്പോഴാണ് അദ്ദേഹം തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഭഗവാൻ, അതുവരെ ഒളിഞ്ഞു നിൽക്കുന്ന ഭഗവാൻ പ്രത്യക്ഷമായിട്ട് വന്നു. അപ്പൊ മുചുകുന്ദനാകാൻ അത്ഭുതം, ഇത് ആരാണ്? ഒരാളെ നോക്കി അയാള് ഭസ്മായി, ഇനിയിപ്പോ വേറൊരാളെ കാണുമല്ലോ. ഇദ്ദേഹമാണെങ്കിൽ അതിസുന്ദരനായി മഞ്ഞപ്പെട്ട കൊടുത്തിട്ട് അങ്ങ് ആരാ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അങ്ങ് ആരാ ചോദിച്ചപ്പോ അതിനു മുമ്പ് പരീക്ഷിത്ത് ശ്രീസുബ്രഹ്മണ്യോട് ചോദിക്കുകയാണ്, ആരായി മുചുകുന്ദൻ? അപ്പൊ ആദ്യം മുചുകുന്ദൻ ആരാ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. മുചുകുന്ദൻ ഇക്ഷ്വാകുവംശത്തിൽ സാക്ഷാത് ശ്രീരാമചന്ദ്ര സ്വാമിയുടെ പൂർവികനാണ്. മാധാവിന്റെ മകനാണ്. ദേവലോകത്ത് കുറച്ചു കാലം ഇന്ദ്രനെ സഹായിക്കാൻ, യുദ്ധത്തിന് സഹായിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. കാരണം അവിടെ സൈന്യലോകത്ത് സൈന്യ മേധാവിയായിട്ട് ഗുഹൻ സുബ്രഹ്മണ്യ സ്വാമി എത്തിയിരുന്നില്ല. അപ്പൊ അങ്ങനെ ഇവിടെ പോയി സഹായിച്ചു. 5 കാലം യുദ്ധം ചെയ്തു. അപ്പൊ ദേവേന്ദ്രൻ ചോദിച്ചു, അപ്പൊ യുദ്ധമൊക്കെ ജയിച്ചു, ഇപ്പൊ എന്താ വേണ്ടത്? ഞാൻ പോവാണ്, നാട്ടിൽ പോയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ. കുറച്ച് പ്രാരംഭമൊക്കെ ഉണ്ട്, മകളുടെ കല്യാണം അങ്ങനെയൊക്കെ. അപ്പൊ അതൊക്കെ കാലം കഴിഞ്ഞു. ഇവിടെ ദേവവർഷം എന്ന് പറഞ്ഞാൽ അനവധി മനുഷ്യവർഷങ്ങൾ കഴിഞ്ഞു. ഇനിയിപ്പോ അവിടെ പോയിട്ട് അങ്ങനെ കാര്യമൊന്നുമില്ല. അവർക്ക് എന്താണ് അവരുടെ യോഗം, അത് കഴിഞ്ഞു. അന്നൊക്കെ എന്താ വേണ്ട? അപ്പൊ മോക്ഷം തരുമായിരുന്നു. അപ്പൊ ദേവേന്ദ്രൻ പറഞ്ഞു, എനിക്ക് മോക്ഷം തരാനുള്ള കഴിവൊന്നുമില്ല, പക്ഷെ വേറെ എന്തെങ്കിലും ചോദിച്ചാൽ തരാം. അപ്പൊ മോക്ഷം വരാൻ പറ്റിയില്ല, എനിക്ക് സുഖമായിട്ട് കിടന്നുറങ്ങണം. ഇവിടെ കുറെ കാലമായി കിടന്നുറങ്ങിയിട്ട്. അതപ്പോ
അനുഷ്ഠാനക്കാർക്ക് ഉറങ്ങണം എന്നൊന്നുമില്ല. ഒന്ന് കഴിഞ്ഞിട്ട് അതേമാതിരി സുഖമായിട്ട് ഒന്ന് കിടന്നുറങ്ങണം. ഇരുന്നിട്ടല്ല, കിടന്നിട്ടുറങ്ങണം. അപ്പൊ ശരി, മത്തിയാകും വരെ കിടന്നുറങ്ങിക്കോളും. ആരെങ്കിലും വന്ന് ഉറക്കത്തുനിന്ന് അങ്ങനെ എഴുതിപ്പിച്ചാൽ അങ്ങ് കണ്ണു തുറന്നു നോക്കിയാലാണ് ഭസ്മാവും എന്നൊരു വരം കൊടുത്തിട്ട് ഇന്ദ്രൻ പറഞ്ഞിരിക്കും. അപ്പോ മുരുകുന്ദൻ ആരാന്നൊക്കെ മനസ്സിലായി. അതാർക്ക് പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്താണ് ശ്രീ ബ്രഹ്മർഷി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ മുരുകുന്ദൻ ചോദിച്ചു, അതെ ഇതൊക്കെ ഞാനാരാന്നൊക്കെ മനസ്സിലാക്കിയോ, ഇനി താങ്കൾ ആരാ എന്ന് ചോദിക്കുന്നു. അപ്പൊ അദ്ദേഹം പറയും, ഞാനേ യാദവ കുലത്തിൽ വസുദേവൻ എന്ന ഒരാളുടെ മകനാണ്. വസുദേവന്റെ മകനായതുകൊണ്ട് വളരെ ഹമ്പിളായിട്ട് പറയാണ്, ഞാൻ വസുദേവന്റെ മകനായതുകൊണ്ട് വാസുദേവൻ എന്നാണ് ഞാൻ വിളിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ തന്നെ അങ്ങേക്ക് മനസ്സിലായി. ഇതാണ് ആ പറഞ്ഞ വാസുദേവൻ. ഇതേമാതിരി വാമനയുഗത്തിൽ ജനിക്കും, ഭഗവാൻ തന്നെ അവതരിക്കുന്ന ഒക്കെ പറഞ്ഞ ആളാണ് ഈ പറഞ്ഞ ആളാണെന്ന് മനസ്സിലായി. അതോടുകൂടി അദ്ദേഹം വീട് നമസ്കരിച്ചു. അപ്പം ഭഗവാൻ മുരുകുന്ദനോട് പറയാണ്, താങ്കൾ വളരെ കാലം ജന്മാന്തരങ്ങളായിട്ട് എന്നെ നമസ്കരിച്ചിട്ടുണ്ട്, യുഗങ്ങൾക്ക് മുമ്പ് എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു. ഇപ്പോഴാണ് അതിന് സമയം വന്നത്, അങ്ങക്ക് എന്താ വരം വേണ്ടത് എന്ന് മുരുകുന്ദനോട് ഭഗവാൻ. അവിടെ മുരുകുന്ദൻ വളരെ ആലോചിച്ചിട്ട് ഒന്നും വേണ്ട, എനിക്ക് ഭക്തി തന്നെ മതി, വേറൊന്നും വേണ്ട. അപ്പൊ സന്തോഷം. ഇങ്ങനെ ഒരാളെ കാരണം ധ്രുവൻ പോലെ ചോദിച്ചില്ല. ധ്രുവൻ ചോദിച്ചത് എനിക്ക് അച്ഛന്റെ പടിയിൽ കയറിയിരിക്കാൻ പറ്റണേ, എനിക്ക് രാജ്യം ഭരിക്കാൻ പറ്റണേ എന്നൊക്കെയല്ലേ. ഇതൊന്നുമില്ല, ഭക്തി മാത്രം മതി. അപ്പൊ ശരി, അപ്പൊ ഭക്തി മാത്രം തരാം. എന്നിട്ട് ഒരു കാര്യം ചെയ്യാം, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂർവജന്മ പ്രാരാബ്ധം അങ്ങേക്ക് എന്ത് കഴിഞ്ഞോ അതുവരെ എന്നെ ഭരിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തപശ്ചര്യമുണ്ട്. അങ്ങ് പൂർവജന്മങ്ങളിൽ ചെയ്ത രാജാവായിരിക്കുമ്പോൾ ക്ഷത്രധർമ്മം പാലിക്കാൻ വേണ്ടി അങ്ങ് ക്ഷത്രധർമ്മം പാലിക്കുമ്പോൾ അതിലാണ് നാം പറഞ്ഞത്, ദുഃഖങ്ങളെ കേട്ടിട്ടുണ്ടല്ലോ, വന്യജീവികളെ ഇന്ന് നാട്ടുകാരെ സംരക്ഷിക്കണം. അപ്പൊ വന്യജീവികളെ കൊല്ലേണ്ടി വരും. അപ്പൊ വന്യജീവികളെ കൊല്ലാന്ന് പറഞ്ഞാൽ അതിലൊരു പാവമുണ്ട്. ആ പാവമൊക്കെ കഴുകിക്കളയാൻ അങ്ങ് അനുമതികാരം ഭാഗവതം മുമ്പിലിട്ട് ഭാഗവതം ദശമം വായിച്ച് തപസ് ചെയ്യും. അങ്ങനെ തപസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ തപശ്ചര്യ കൊണ്ട് പാപം കഴുകിക്കളയാൻ പറ്റും. അപ്പൊ അങ്ങനെ അദ്ദേഹം ഇതൊക്കെ കഴിയുമ്പോൾ അദ്ദേഹം ശ്രുതിഗീതയുടെ അവിടെ എത്തി. അപ്പോഴാണ് അദ്ദേഹം ശ്രുതിഗീത അങ്ങനെ വായിച്ച് അതിനെ വ്യാഖ്യാനിക്കണമെന്ന് തോന്നിയപ്പോൾ അദ്ദേഹം അതിതീവ്രമായിട്ട് നരസിംഹമൂർത്തി തപസ് ചെയ്തു. നരസിംഹമൂർത്തി പ്രത്യക്ഷപ്പെട്ടിട്ടാണ് ശ്രുതിഗീതയ്ക്ക് വ്യാഖ്യാനം ആരെഴുതിയോ. അടുത്ത ജന്മം ഇദ്ദേഹം എന്ന ഈ രാജാവ് ശ്രീധരാചാര്യനായി ജനിച്ചു. ശ്രീധരാചാര്യരാണ് പിന്നീട് എഴുതിയത്. ശ്രീധരാചാര്യന്റെ ഗുരുന്ദർ എന്ന മഹാരാജാവിന്റെ അടുത്ത ജന്മമാണ്. അവിടെ എന്നിട്ട് ശ്രുതിഗീതയ്ക്ക് അതിഗംഭീരം. ശ്രുതിഗീത എഴുതുന്നതിന് മുമ്പ് ശ്രീധരാചാര്യരുടെ നരസിംഹമൂർത്തി പ്രാർത്ഥനയുണ്ട്. പണ്ഡിറ്റ് ഗോപാലന്മാരുടെ ശ്രുതിഗീതയുടെ വ്യാഖ്യാനം എടുത്ത് നോക്കിയാൽ പ്രാർത്ഥനയ്ക്കാണ്. എന്ത് പ്രാർത്ഥന? നരസിംഹമൂർത്തി സ്വാമി പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിന് ശ്രുതിഗീത വ്യാഖ്യാനിക്കുന്ന കഴിവ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ അത്രയ്ക്ക് പോയി വേണ്ടമാരി ബദരികാശ്രമത്തിൽ പോയി തപസ് ചെയ്തുകൊണ്ട് മുരുകുന്ദ എന്ന് പറഞ്ഞതോടുകൂടി അവിടെ നിന്ന് മുരുകുന്ദൻ ഒരു പൂവാണ്. അപ്പൊ പോണതിന് മുമ്പ് ഒരു 13 ശ്ലോകങ്ങൾ ആയിട്ട് അദ്ദേഹത്തിന്റെ മുരുകുന്ദ സ്തുതിയാണ്. അപ്പൊ ആ 13 ശ്ലോകങ്ങളും നമുക്ക് കാണാൻ സമയമില്ല. പക്ഷെ ആ 13 ഇപ്പൊ ഈ ഭാഗവതത്തിന്റെ ശ്ലോകങ്ങൾ ഇനിയിപ്പോ നമ്മുടെ 3-ാമത്തെ സ്കന്ധത്തിൽ മൈത്രേയ സംവാദം മുതൽ നമ്മൾ ഇങ്ങനെ സ്തുതികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പ് വന്ന സ്തുതികൾ, അതിനു മുമ്പ് കുന്തി സ്തുതി, ഭീഷ്മസ്തുതി അതൊക്കെ വന്നു. ദൈവന്മാരുടെ സ്തുതി അവിടെ ഒരെണ്ണം കണ്ടു, ദാപ്പഞ്ഞി ഒരെണ്ണം കാണും. വീണ്ടും ദേവന്മാരുടെ ഈ ഏകാദശത്തില് 5-ാമത്തെ അധ്യായം വരെ ഈ നവയോഗി സംവാദം കഴിഞ്ഞ 6-ാമത്തെ അധ്യായത്തിൽ ദേവന്മാരെല്ലാവരും കൂടി വന്ന് ഭഗവാനെ കുറച്ച് കാലം ഭൂമിക്ക് വന്നിട്ട് പോവാം എന്ന് പറയുമ്പോൾ അവിടെ ദേവന്മാർ വീണ്ടും സ്തുതിക്കും. അറ്റം മുതൽ ഈ അറ്റം വരെ ഈ ശ്രുതികൾക്കൊക്കെ ഒരേ സ്വഭാവമാണ്. ഭാഗവതത്തിന്റെ സമ്പ്രദായം എന്ന് വെച്ചാല് ഈ ചില ആശയങ്ങൾ ഇങ്ങനെ പറഞ്ഞു
ഉറപ്പിക്കും. അങ്ങനെ ഉറപ്പിച്ചാലേ അത് നമ്മുടെ മനസ്സിൽ നിൽക്കുന്നു. ചിലപ്പോ കഥകളുടെ പിൻബലം, ചിലപ്പോ ദൃഷ്ടാന്തങ്ങളുടെ പിൻബലം, ഇങ്ങനെ പലതിന്റെയും പിൻബലത്തോടു കൂടിയാണ് ഈ തത്വങ്ങൾ അങ്ങോട്ട് ഉറപ്പിക്കുക. തത്വങ്ങൾ കുറച്ച്, അതായത് ആക്കിക്കുറുക്കി ചില തത്വങ്ങൾ തരും. ഒരൊറ്റ ശ്ലോകത്തിലൊക്കെ പറഞ്ഞുകൊണ്ട് പോകും. ചിലപ്പോ ഒരു അധ്യായം ഉണ്ടാവും. അപ്പൊ ബ്രഹ്മമോഹനം, ബ്രഹ്മാവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ പറയണതും അവിടെ പറയണതും ഇവിടെ പറയണതും ഇനി പറയാൻ പോകുന്നതും ഒക്കെ ഒരേ കാര്യമാണ്. എല്ലാ സ്തുതികളെയും നിങ്ങളുടെ എല്ലാ സ്തുതികളും ഇവിടെ കേട്ടു കഴിഞ്ഞല്ലോ. ഒന്ന് ആത്യന്തികമായിട്ടൊന്ന് അനലൈസ് ചെയ്താൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഒന്ന്, ഈ മനുഷ്യജന്മം വളരെ ദുർലഭമാണ്. ഇതൊക്കെയാണ് എല്ലാ സ്തുതിയും. ഇനി അങ്ങനെ ഒരു മനുഷ്യജന്മം കിട്ടിയാൽ തന്നെ മായ കൊണ്ട് മോഹിതനാകുന്നു. ആ മായ കൊണ്ട് മോഹിതനാകുന്നത് മാത്രമല്ല, അപ്പോ ഈ മായ കൊണ്ട് മോഹിതനായാൽ ആദ്യം പറ്റണ ബുദ്ധിമുട്ട് ഗൃഹകുടുംബം എന്ന ഒരു അന്ധരൂപത്തിന് പോയി വീഴും. ഇതാണ് കോമൺ ആയിട്ട് എല്ലാ സ്തുതികളുടെയും ഒരു അണ്ടർലൈനിങ് ഫാക്ടർ. അത് കഴിഞ്ഞ് ഈ ദേഹം ഉണ്ടല്ലോ, ഇത് കൃമി ഭസ്മ സംഹിതമാണ്. ഇത് നശിക്കും. പക്ഷെ ആ ദേഹം നമുക്ക് പകരുന്ന കാര്യമുണ്ടല്ലോ, അതിൽ നിന്ന് നിൽക്കണം. ശർമ്മമാരുടെ സപ്താഹത്തിന് 2 ദിവസം അതിന് വേണ്ടിയിട്ട് പെരുപ്പള്ളി കേശവനെ വിളിക്കാൻ പോയപ്പോ അതിന്റെ സുഖമില്ലാതിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിനോട് പറഞ്ഞു, മാഷ് വിളിച്ചു പറഞ്ഞു. പക്ഷെ ആദ്യം ശരി പറഞ്ഞു, പിന്നെ വേണ്ട പറഞ്ഞു, പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ നടത്തിക്കോന്ന് പറഞ്ഞു. അപ്പൊ മാഷ് പോയി എന്ന് പറഞ്ഞപ്പോ കുറച്ച് ക്വാറന്റൈനാണ് അദ്ദേഹം, പെരുമ്പള്ളി കേശവൻ. അദ്ദേഹത്തിനോട് മാഷ് പോയി എന്ന് പറയാണ്. പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ആരെ പറഞ്ഞു മാഷ് പോയത്? മാഷിന്റെ ദേഹത്തെ പോയുള്ളൂ. മാഷിനെ എനിക്ക് നിങ്ങൾക്ക് കാണാം, മാഷാണ് നിങ്ങളുടെ പറയുന്നത്. മാഷില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റില്ല. കൊച്ചകരയാണ് മലപ്പുറം ജില്ല. മാഷ് നിങ്ങളുടെ ഒപ്പം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ കിടന്ന് ഓടാൻ പറ്റുന്നത്. അപ്പൊ ഈ ദേഹം പോയാലും ആ ദേഹം നമുക്ക് തന്നിരിക്കുന്ന ഒരു തത്വം ഉണ്ടല്ലോ, അത് പോകുന്നില്ല, അതിങ്ങനെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞാൽ അടുത്ത പ്രധാനപ്പെട്ട കാര്യം കർമ്മം ചെയ്യണം. ഇല്ലാതെ പറ്റില്ല. പക്ഷെ കർമ്മം ചെയ്യുന്നത് അതിൽ വൈരാഗ്യം വരണം. വൈരാഗ്യം വരാനാണ് കർമ്മം ചെയ്യുന്നത്. അപ്പൊ വൈരാഗ്യം എന്നൊരു രാഗം വരണം. പറഞ്ഞില്ലേ ഇവിടെ നാരദൻ പാടിയിട്ട് സിന്ധു ഭൈരവി മോഹന കല്യാണി പാടിയപ്പോ സ്വരങ്ങളുടെ വൈകല്യം വന്നിട്ട് സുന്ദരിമാരായ സ്ത്രീകൾക്ക് വൈകല്യം വന്നത് വിജയിപ്പിച്ചേക്ക് പറഞ്ഞു. അത് ശ്രദ്ധിച്ചാണെന്ന് കേൾക്കും. അതുകൊണ്ടാണ് ഞാൻ സിന്ധു ഭൈരവി എന്നത് തുടങ്ങാറ്. അതൊക്കെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. എന്തായാലും അങ്ങനെ കർമ്മം ചെയ്യുന്നത് കർമ്മത്തിൽ വൈരാഗ്യം വരാനാണ്. വൈരാഗ്യ രാഗം. രാഗം എന്നുള്ള വാക്കിന് ഈ കല്യാണി ശങ്കരണം എന്നല്ലാതെ അർത്ഥങ്ങളുണ്ട്. സ്നേഹം, ഇഷ്ടം. അങ്ങനെ കർമ്മം ചെയ്തിരിക്കുമ്പോ ധർമ്മം എങ്ങനെയെങ്കിലും കർമ്മം ചെയ്താൽ പോരാ, ധർമ്മം അനുസരിച്ച് ജീവിക്കണം. കർമ്മം ചെയ്യണം. അപ്പൊ ധർമ്മം അനുസരിച്ച് കർമ്മം ചെയ്യാൻ ഈശ്വര വിചാരം. ശ്രദ്ധാരതിർ ഭക്തി അനുക്രമിശ്ശേരി. ഇവിടെ വായിച്ചു പോകുന്നതാണ്. ശ്രദ്ധാരതിർ ഭക്തി അനുക്രമിശ്ശേരി. അങ്ങനെയാണ് ഇവിടെ കയറി വരിക. ശ്രദ്ധ, രതി, ഭക്തി അതിന് കൂടി കൊണ്ടുവരും. അങ്ങനെ ഭക്തി ഇങ്ങനെ അനുക്രമിശ്ശേരി വേറിട്ടേക്ക് വരുമ്പോ സത്സംഗം ഉണ്ടാവാൻ പ്രാർത്ഥിക്കും. സത്സംഗം കിട്ടും. ആ സത്സംഗം വീണ്ടും ഭക്തി തരും. അതൊരു വിഷയസത്വമാണ്. ഇങ്ങനെ 4 ആൾക്കാർ കൂടുമ്പോ അവിടെ വന്ന് ഇരിക്കണം തോന്നും. അവിടെ വന്ന് ഇരിക്കണം തോന്നുമ്പോ ഉച്ചയ്ക്ക് എന്തിനാ വെറുതെ വീട്ടിലായാൽ കിടന്നുകൊണ്ടും ഇവിടെ ആയാലും അത് ആരെങ്കിലും പറഞ്ഞല്ലോ ഇവിടെ വന്നിരിക്കാന്ന് തോന്നും. അങ്ങനെ ഈശ്വരാർപ്പണമായി ആത്മനിവേദനത്തോടെ ജീവിക്കണം എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അങ്ങനെ സമർപ്പണത്തോടുകൂടി ജീവിക്കുമ്പോൾ നിങ്ങളുടെ അകത്തുള്ള കാമക്രോധ മതമോഹാദി ആ വഴികളെയൊക്കെ ആദ്യം തന്നെ ഇല്ലാതെയാക്കണം. ഇതൊക്കെയാണ് എല്ലാ സ്തുതികൾക്കും ഉള്ള കോമൺ ത്രെഡ്. ഇനി ഈ സ്തുതിയിൽ പ്രത്യേകിച്ച് ഇതൊക്കെയാണ് ഇന്നലെയും ഞാനതാ കുറച്ചു മുമ്പ് അക്രൂരുടെ സ്തുതി, ബ്രഹ്മമോഹനം, ഇന്ദ്രന്റെ സ്തുതി, ഇതിലൊക്കെ അക്രൂരിന്റെ സ്തുതി, ഗജേന്ദ്രന്റെ സ്തുതി, മത്സ്യമൂർത്തിയെ സ്തുതിച്ചത്. ഇതിലെല്ലാത്തിലും നിങ്ങൾക്ക് ഈ തത്വങ്ങൾ കാണാം. അപ്പൊ അതില് എല്ലാ ശ്ലോകങ്ങളൊന്നും ഇവിടെ കാണില്ല, വായിക്കാനുള്ള ഉദ്ദേശമില്ല. പ്രധാനപ്പെട്ടത് മാത്രം. വിമോഹിതോയം മുജുകുന്ദസ്തുതിയുടെ ആദ്യത്തെ ശ്ലോകം. വിമോഹിതോയം ജനഈശമായ ത്വദീയയാ ത്വാം ന ഭജൻ ജനതൃക് സുഖായ ദുഃഖപ്രഭവേഷു സജ്ജതേ ഗൃഹേഷു യോക്തി പുരുഷശ്ച മഞ്ജിതഃ. അതായത്
നമുക്ക് വിമോഹിതഹായം ഈ ജന ഹേ ഈശ, ഈ ആൾക്കാരൊക്കെ മോഹം കൊണ്ട് വരികയാണ്. അത് എന്ത് മായാമോഹം കൊണ്ട്. അതിനാൽ അവർ ഭജിക്കുന്നില്ല, ആരെ ഭജിക്കുന്നില്ല? ഈശ്വരനെ ഭജിക്കുന്നില്ല. ഇതേ കാര്യം തന്നെ മൂന്നാമത്തെ സ്കന്ധത്തില് ദേവഭൂതി പറയുന്നുണ്ട്. സോഹം ഭഗവതോ നൂനം വഞ്ചിതാത്മായയാ, സ്ത്രീലിംഗത്തിലാണ് കണ്ടോ. ദേവഭൂതി സ്ത്രീയല്ലേ. സോഹം ഭഗവതോ നൂനം വഞ്ചിതാ മായയാ ദൃഢം അടുത്തെത്തിയിട്ട് പോലും. അങ്ങനെ ദേവഭൂമി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സാധാരണ സ്ത്രീയൊന്നുമില്ല. അവയവസമ്പന്നന്റെ സ്വായംഭൂമനുവിന്റെ പുത്രിയൊക്കെയാണ്. പക്ഷേ മാത്രമല്ല, സ്വായംഭൂമനുവിന്റെ പുത്രിയാണ് എന്നുള്ളത് മാത്രമല്ല, ഹരേക്കഥ. ആദ്യം മനു പോയിട്ട് പറഞ്ഞെന്താ അറിയോ? എന്റെ മകള് ഞാൻ അങ്ങേക്ക് കല്യാണം കഴിച്ച് തരാൻ പോവാണ്. അപ്പൊ അവൾക്ക് എന്താ ക്വാളിഫിക്കേഷൻ, എന്താ അവൾക്ക് സ്ത്രീധനം തരിക, അങ്ങനെയൊന്നുമല്ല. എന്താ അവൾക്ക് ക്വാളിഫിക്കേഷൻ അറിയോ? പറയാണ് സ്വായംഭൂമനും. ഹരേക്കഥ. അവിടെ ധാരാളം ഹരികഥകളെ കേട്ടതാണ്. എങ്ങനെ കേട്ടു? ചെവി കൊണ്ടല്ല. അവിടെ പോയി പതുക്കെ നോക്കിക്കൊണ്ടു. ഹരേക്കഥ. അത്ര വൈരാഗ്യം എന്നുള്ളതാണ് എന്റെ മകള് എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പൊ ആ ദേവഭൂതി പറയാണ്, വഞ്ചിത മായയാ ദൃഢം, മായയാൽ ഞാൻ വഞ്ചിക്കപ്പെട്ടു. എന്നിട്ട് അവിടെ പറയാണ്, ആ മായയാണ് എന്താ ചെയ്യാറിയോ? അതൊരു മോഹവാരിധിയാണ്. സംസാരവാരിധി തന്നിൽ വീണുഴലുന്ന സംസാമശേഷാബ്ദി തീർത്തുകൊള്ളുവാൻ സംസാരവാരിധി. കെ.സി. കേശവപിള്ള എഴുതുന്ന ഈ തർജ്ജമ, ഈ മുരുകുന്ദത്തുണിയുടെ തർജ്ജമ, കേശവി എന്നൊരു മഹാകാവ്യമുണ്ട്. സംസാര വാരിധി തന്നിൽ വീണൊഴുകുന്ന പുംസാമശേഷാബ്ദി തീർത്തുകൊള്ളുവാൻ സംസാരിയായ നീ. അതായത് ഇങ്ങനെ യോജിപ്പിച്ചു വരികയാണ്. സംസാരിയായ ഭഗവാനെ അങ്ങ് വിചാരിച്ചാലേ രക്ഷയുള്ളൂ. അപ്പൊ ഈ ഒരു മായയാകുന്ന സംസാര വാരിധിയിൽ എല്ലാവരും പെടും. ഇതുകൂടി ബ്രഹ്മ സൃഷ്ടി നിറച്ചു കൊടുക്കുന്ന ബ്രഹ്മാവടക്കപ്പെട്ടു. അതുകൊണ്ടാണ് അംബോജ സംഭവനും അമ്പോഴു നീന്തിപത, ആ സംസാര വാരിധിയിൽ നീന്തി ഇത്ര എങ്ങനെ പോണ്ടെന്നറിയാം. ആര്? സാക്ഷാത് ബ്രഹ്മാവ്. എന്നിട്ട് വൻമോഹവാരിധിയിൽ, ആ വൻമോഹവാരിധി ഹരിനാമകൃത്യമാണ്. അംബോജ സംഭവനും അമ്പോഴു നീന്തിപത. ആ നീന്തിട്ടാണ് ചുറ്റും നോക്കിയപ്പോ ഞാൻ എവിടെന്നാ വന്നത്? ഹരിനാരായണായ നമ. എന്ന് പറഞ്ഞിട്ട് വരുമ്പോ അതിനുള്ള ശ്ലോകാണ്. അപ്പൊ ബ്രഹ്മാവ് എന്ത് ചെയ്തു അറിയോ? ഈ സംസാര വാരനിധി തന്നിൽ വീണൊഴുകുന്ന ആ ബ്രഹ്മാവ് നീന്തി അവസാനം വയ്യാതെയായപ്പോ വൈഭവ ശ്രീപതേ ഹരേ ജയ പ്രഭോ പദമുപൈതിരിശോ പുരുഷയമാശു പുരുഷയമാശുമേ ഭുവനനിർമ്മിതോ കർമ്മണാവിധി എന്തൊരഴകാ! ശ്രുതിപ്രകര ദർശിത പ്രചുര വൈഭവ ശ്രീപദേ ഹരേ ജയ ജയ. ഒറ്റ വാക്കിന് പോവാണ്. കർമ്മഠമായ ഈ ഭൂമിയിൽ നമുക്ക് ഒരു വഴി കാണിച്ചു തന്നെങ്കിൽ ഹരേ ജയ പ്രഭു പദമുപേക്ഷി ഭഗവാന്റെ കാലിന കിട്ടണം. അവിടെ നമുക്കൊരു കരുണ കരുണവരണം അരുണ സഹജകേതന. ഇവിടെ കേട്ടോർമ്മയുണ്ടോ? അജിത ഹരേ ജയ. അവിടെയാണ് കരുണവരണം അരുണ സഹജകേതന പറയാണ് ഭഗവാനോട്. എന്തായാലും ഇത് അങ്ങനെ കരുണ ഉണ്ടായാലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അത് ഇപ്പൊ തന്നെ വേണം. എന്തുകൊണ്ടാ പറഞ്ഞത് വെച്ചാൽ ഈ മനുഷ്യജന്മം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. എത്ര ജന്മം പ്രയാസപ്പെട്ടിക്കാലം അത്ര പിറന്നോ സുഹൃതത്താൽ എത്രയും പണിപ്പെട്ടിങ്ങു മാതാവിൻ ഗർഭപാത്രത്തിൽ വീണതറിഞ്ഞാലും 10 മാസം വയറ്റിൽ കഴിഞ്ഞുപോയി 10 പന്തിരണ്ടും നീയായിട്ടും പോയി തന്നെത്താൻ അഭിമാനിച്ചു പിന്നെയും
തന്നെത്താനറിയാതെ കഴിയുന്നു. അങ്ങനെ ഇത് ഞാൻ പറയാം. അപ്പൊ അങ്ങനെ കഴിയുന്ന ആൾക്കാർക്ക് ഇതിന്ന് രക്ഷപ്പെട്ടു പോകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ആലോചിതോ. അപ്പൊ നമ്മളൊക്കെ വീടിരിക്കുന്ന ഗൃഹ അന്ധരൂപത്തിൽ പെട്ടോണ്ടാണ്. അപ്പൊ ഈ 13 ശ്ലോകങ്ങളില് ആദ്യത്തെ 2 ശ്ലോകം കൊണ്ട് നാലോളം ഈ സാമാന്യമായ സ്തുതികളുടെ ആ ഗുണങ്ങളെ പറഞ്ഞു. ഇനി ബാക്കിയുള്ള 3 മുതൽ 9 വരെയുള്ള ശ്ലോകങ്ങളോ 8 ശ്ലോകങ്ങളോ ഉണ്ട്. നമുക്ക് ഈ ശ്ലോകം തന്നെ പറഞ്ഞില്ലേ, അടിച്ചു പരത്തി പറയും ചില സമയത്ത്. ഭഗവത്ഗീതയുടെ ഭാഗവതത്തിന്റെ ഒരു പ്രത്യേകത ഏതാണ്? ഭവാഭവർഗോ ഭ്രമതോ യഥാ ഭവേ ജനസ്യ തർക്കേച്യുത സത്സമാഗമ സത്സംഗമോ സത്യർഹിതദൈവ സത്യതോ പരാപരേശേ തുയിജായതേ മതി. അപ്പോ ഇവിടെ ഭവാപവർഗം, ഈ അപവർഗം എന്ന് പറഞ്ഞ വാക്ക് തന്നെ മോക്ഷം എന്നാണ് അർത്ഥം. ഈ മോക്ഷത്തിന് വേണ്ടി നമ്മള് ആത്മജാത്ത ഗൃഹവിത്ത ജലേഷു സക്തേ ദുഷ്പ്രാവണായ ഗുണസംഗ വിവർജിതായ. ഇതന്നെ ഐഡിയ കുറച്ചുകൂടി വിസ്തരിച്ച് പറഞ്ഞു അഷ്ടമസ്കന്ധത്തിൽ ഗജേന്ദ്രന്റെ സ്തുതി. ഇത് ഗജേന്ദ്രന്റെ സ്തുതിയിൽ വരെയാണ്. മുക്താത്മവിശ്വഹൃദയേ പരിഭാവിതാനം ജ്ഞാനാത്മനേ ഭഗവതി ജ്ഞാനാത്മനേ ഭഗവതേ നമ ഈശ്വരായ എന്ന ഗജേന്ദ്ര പക്ഷത്തിൽ ഇത് എഴുതിയാണ്. എന്നിട്ട് പിന്നെ പറയുന്നത് കരോതി കർമാണി തപസ്തു നിഷ്ഠിതോ എന്ന് വളരെ വിശേഷമായ ഒരു ശ്ലോകം പറയും. അതെന്തിനാ വെച്ചാൽ നമ്മുടെ കർമാസൃഷ്ടിയാണ്. ജോലി കിട്ടിയാലും ചില ആൾക്കാർ ജോലി റിട്ടയറായാലും പിന്നെ വേറെ എവിടെയെങ്കിലും ജോലി കിട്ടും. മതിയാവാത്ത അവർക്ക് എന്താ മതിയാവാത്ത വെച്ചാൽ ഈ അധികാരം മതിയാവില്ല. ഒരു വലിയ മേശ അതിലിരിക്കുക, അത് ചെയ്യുക, പിന്നെ ധനത്തിനോടും അധികാരത്തിനോടുള്ള ലോഭം. അപ്പൊ മനസ്സിന്റെ അകത്ത് കാമം, ക്രോധം, ലോഭം, ഈ ലോഭം നടക്കാതെയാവുമ്പോഴാണ് ക്രോധം വരുന്നത്. അങ്ങനെ അത് വീണ്ടും പോവാൻ എന്താ കാരണം വെച്ചാല് എന്ന് പറയുന്നത് കപിലോപദേശത്തിന് അമ്മ പറയാണ്. എന്നിട്ട് പറയാണ് നേഹയർമ്മധർമായ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അങ്ങനത്തെ ആൾക്കാർ. ഇത് ദേവഭൂമി പറഞ്ഞു കൊടുക്കണം അവസാനം ഉപദേശമൊക്കെ കേട്ട് കഴിഞ്ഞിട്ട്. എന്നിട്ട് ഇതൊക്കെ അത് കഴിഞ്ഞ് സത്സംഗത്തിന്റെ മഹിമ, ആത്മനിവേദനത്തിന്റെ അവിടെ വരുമ്പോഴാണ് ഷഡ്വൈദികൾക്കു വിളയാട്ടത്തിനാക്കരുതു ചിത്താംബുജം മമതവാസ്ഥാനരംഗമിതു തത്രാവി നിത്യവും ഒരിക്കൽ ഇരുന്നരുക വിശ്വൈകവന്ദ്യ ഹരിനാരായണായ ജയ. ഷഡ്വൈദികൾക്ക്, നമ്മളെല്ലാവരുടെയും അകത്ത് 6 വൈദികൾ, അവർക്ക് വിളയാട്ടത്തിനാക്കരുതു. ഇതാണ് ഈ മുജുകുന്ദ സ്തുതിയുടെ അവസാനത്തെ ശ്ലോകം. 8 ശ്ലോകം കൊണ്ട് അതിന് മുമ്പിലുള്ള 7 മുതൽ 13 വരെയുള്ള ശ്ലോകങ്ങളുടെ ആശയമാണ് ഷഡ്വൈദികൾക്ക് വിളയാട്ടത്തിനാക്കരുതു ചിത്താംബുജം മമതവാസ്ഥാനരംഗമിതു തത്രാവി നിത്യവും ഒരിക്കൽ ഇരുന്നരുക വിശ്വൈകവന്ദ്യ ഹരിനാരായണായ നമ. ഇപ്പൊ ചോദ്യം എന്താ ഇയാളെ തുടങ്ങുമ്പോ അവസാനിക്കുന്ന ശ്ലോകം ഷഡ്വൈദികളെ വിളയാട്ടത്തിനാക്കി എന്റെ മനസ്സിന്റെ ഹൃദയം അവിടെ ഭഗവാനെ അവർക്ക് വിളയാട്ടത്തിന് കൊടുക്കാതെ അന്ന് വന്ന് കയറിയിരിക്കണം. ഇപ്പോഴത്തെ സമ്പ്രദായം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ പാട്ട് എന്നൊക്കെ പറഞ്ഞ വേടന്റെ പാട്ട് കേട്ടാലേ ആൾക്കാർക്ക് വേടനാണ് ഇപ്പോഴത്തെ താരം. അങ്ങനെയാണ്. അതുകൊണ്ട് ഇതിപ്പോഴെന്നല്ല, ഏകദേശം ഒരു 2000 വർഷം നോക്കാനാണ് പറയുന്നത്. ആചാര്യസ്വാമികള് ശിവാനന്ദ ലഹരിയില് അതാണ് ആദ്യം ചെല്ലിയ ശ്ലോകം. അവിടെ എന്താ പറഞ്ഞത് വെച്ചാല് ഇങ്ങനെ ഒരു റോട്ടിലൂടെ ഒരാൾ ഇങ്ങനെ തെണ്ടി നടക്കുകയാണ്, എവിടെയൊരു ആലംബമില്ലാതെ. അപ്പോ സാധാരണ ഒരാൾക്ക് വേണ്ടതൊക്കെയാണ്, ഒരാൾക്ക് ജീവിച്ചു പോകാൻ റൊട്ടി കപ്പട ഒരു മക്കാൻ എന്ന് പറയില്ലേ, വസ്ത്രം ഭക്ഷണം താമസിക്കാറുണ്ട്. അപ്പൊ വസ്ത്രമൊക്കെ തൽക്കാലം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അതായത് ഗിരീശ ഇത് ശ്രദ്ധിച്ചോട്ടെ.
സാക്ഷാത് പരമശിവൻ അവിടെ ഇവിടെ ഇല്ലാതെ ഇങ്ങനെ കറങ്ങി നടക്കാറ്. അപ്പൊ ഗിരീശൻ സാക്ഷാത് പരമേശ്വരനോട് പറയാണ്, ആഗച്ഛത്തം ഇടത്തതോ, അവിടെ ഇവിടെ തെറ്റി നടക്കണ്ട, മയ്യേ ഭവാസം സ്വാമിൻ ആദികിരാത. ശങ്കരാചാര്യന്റെ ധൈര്യം നോക്കൂ, ആദ്യത്തെ വേട. ഇപ്പൊ നമ്മൾ കേൾക്കുന്ന ശ്രീലങ്കയിൽ നിന്ന് വന്ന വേടെന്ന ആദ്യത്തെ സംഭവമല്ല, അത് നമ്മളിപ്പോഴത്തെ ആൾക്കാർക്ക് മനസ്സിലാവാത്തവർ വിളിക്കുകയാണ്. സ്വാമിൻ ആദികിരാത എന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നു ആചാര്യസ്വാമികൾ. സ്വാമിൻ ആദികിരാത, പിന്നെ എന്ത് ചെയ്യണം? ഹേ ആദികിരാത, മയ്യേവാസം ഗുരു. അങ്ങക്ക് താമസിക്കാൻ വേണ്ടത്ര ഒരു സ്ഥലമില്ലാതല്ലേ പറഞ്ഞ, മയ്യേവാസം ഗുരു, എന്റെ അകത്തൊന്ന് താമസിക്കാം. അപ്പൊ ഞാനൊരു വേടനാണ്, ഞാനെങ്ങനെ അവിടെ അങ്ങയുടെ മനസ്സിൽ വന്ന് താമസിച്ചാൽ എനിക്ക് വേട്ടയാടാൻ പറ്റുമോ? അപ്പൊ എനിക്കൊരു ഇരുന്നാൽ മാത്രം പോരല്ലോ, എനിക്ക് ഭക്ഷിക്കണ്ടേ? അപ്പോഴാണ് പറഞ്ഞത് ആചാര്യസ്വാമിയുടെ ഇവിടെ ഒരുപാട് മൃഗങ്ങളുണ്ട് എന്റെ മനസ്സിന്റെ. അപ്പൊ ഇതൊക്കെ അറിയോ? മതരുഷോ മാത്സര്യമോഹാദയാ. മാത്സര്യം, മതം, ലോകം, കാമം, ദേഷ്യം മുതലായ മൃഗങ്ങൾ ഇങ്ങനെ ഓടി നടക്കുകയാണ് രാവിലെ ഏട്ടാ വൈകുന്നേരം വരെ. അവരെയൊക്കെ കൊന്നോളൂ. എന്നിട്ടെന്താ? ഒരു അവ്യയം കൊണ്ട് കൊണ്ടുവന്നിരിക്കുന്ന ഭംഗി കാണും. താമസിക്കാനൊരു സ്ഥലം തരാം, സുഖമായി താമസിക്കാം, എന്റെ ഹൃദയത്തില് ഞാൻ വേണ്ട കാര്യം നോക്കിക്കൊള്ളാം. പിന്നെന്താ? അങ്ങക്ക് വളരെ സന്തോഷല്ലേ ഇതില്? മൃഗയാ വിനോദ രുചിതാലാഭം സംപ്രാപ്തി. വേണ്ടമാതിരി എന്റെ കൂടെ താമസിക്കുകയും ചെയ്യാം, വേണ്ടമാതിരി മൃഗങ്ങളൊക്കെ വേണ്ടമാതിരി വേട്ടയാടാം. അപ്പൊ താമസത്തിനായി വേണ്ടി ഭക്ഷണത്തിന് വേണ്ടതൊക്കെ ആയി. ഇത്രയും ഇതൊക്കെ സ്തുതികളുടെ ഒരു അദ്വൈത ചിന്തയാണ്. ഈ എല്ലാ സ്തുതികളിലും തന്നെയാണ്. അപ്പൊ ഈ സ്തുതികൾ മാത്രമായിട്ടുള്ള ഈ സപ്താഹത്തില് ഇനി ഇതാ വേദസ്തുതിയും അത് കഴിഞ്ഞാൽ ദേവന്മാരുടെ സ്തുതിയും അത് ഒക്കെ ഇനി വരുന്നു. ഇന്ന് നാളെയായിട്ട് കായേന വാചാ മനസേന്ദ്രിയൈ വാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോമി യദ്യൽ